എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദു പുഴയുടെ തീരത്തേക്ക് എത്തുന്നു. അന്നേരം ബോഡി കരയിലെടുത്ത് കിടത്തിയിട്ട് ഒരു തുണിയൊക്കെ ഇട്ട് മൂടിയിട്ടേക്കുവാണ്. അത് മാറ്റാൻ പറയും. നോക്കുമ്പം നവ്യയില്ല. അപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാകുന്നുണ്ട് നന്ദുവിന്. നന്ദു മനസ്സിലോർക്കുന്നുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ഭർത്താവുണ്ട്, അവൻ്റെ ഒരു അമ്മയുണ്ട്. മനുഷ്യന് മനസ്സമാധാനമില്ല ടെൻഷൻ അടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ നവ്യയല്ലല്ലോ മരിച്ചത് എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം. ഈ സമയം അവിടെ നമ്മുടെ ഡേവിഡ് മാളവികയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടുത്തെ മോഡൽ നവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കൂടെ തന്നെയും കൂടി ഫോട്ടോ പരസ്യത്തിൽ കൊടുത്താലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം മാളവിക പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ ഫോട്ടോയൊന്നും കൊടുക്കണമെന്നില്ല എന്ന് പറയുമ്പം ഡേവിഡ് പറയുന്നുണ്ട്, ഇനിയിപ്പം മാനേജ്മെൻറ്റ് കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതേ നടപ്പാക്കുകയുള്ളൂ എന്ന് പറയുമ്പം ഇച്ചിരി സംശയത്തോടെ മാളവിക ചോദിക്കും, സാറല്ലാതെ ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഫൈനൽ തീരുമാനം എൻ്റേതാണ്, പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാനും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു വിങ്ങുണ്ട്, അതിൻ്റെ തലപ്പത്ത് ഞാനാണ് എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം പിന്നെയും മാളവിക ചോദിക്കും, സാർ എങ്ങനെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ദുബായിൽ ബിസിനസ് കൂടെ നോക്കുന്നത്, അവിടെ നോക്കാൻ വേറെ ആളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്, പിന്നെ ഇവിടെ നമ്മുടെ ബ്രാഞ്ച് വരാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ശരിയാക്കിയതിന് ശേഷം ഞാൻ ദുബായിക്ക് തന്നെ തിരിച്ചു പോകും, ഇവിടുത്തെ നമ്മുടെ ടാർഗറ്റ് മൂർത്തി ജ്വല്ലറിയാണ്, അവരെ പൂട്ടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ മാളവിക അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ കയറി വരുന്നത്. അന്നേരം മാളവികയോട് പൊയ്ക്കോളാൻ പറയുന്നു. മാളവിക അവിടെ നിന്ന് ഇറങ്ങി പോന്ന് കഴിയുമ്പോഴത്തേക്കും നവ്യ അവിടെ പോയിരുന്നിട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അന്നേരം ഡേവിഡ് ചോദിക്കും, എന്താ നവ്യ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് ഈ സാറിനോട് പറയാൻ വേണ്ടിയാണ് വന്നത്, എൻ്റെ ഭർത്താവ് അബിയുടെ കാര്യമാണ് എന്ന് പറയുമ്പോൾ എന്താ അബിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കും. അത്തരം കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നായിരുന്നു, അത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റേതാണ് എന്നാണ് കരുതിയിരുന്നത്, പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടി പറയുവാണ് അത് അബിയുടെ കുഞ്ഞാണ് എന്ന്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമ്പം അതാണോ കാര്യം, ഇതിൻ്റെ അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുവാണ്, ഞാൻ ആ കുട്ടിയുടെയും എൻ്റെ ഭർത്താവിൻ്റെയും DNA സാമ്പിൾ DNA ടെസ്റ്റ് നടത്താനുള്ള സാമ്പിൾ കൊണ്ടുതരാം, അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞ് തന്നെയാണോ അത് എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കും. അന്നേരം അതിനെന്താ നവ്യ കൊണ്ടുവരെ, അതെല്ലാം നമുക്ക് റെഡിയാക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതെന്താണ് സത്യമെന്നറിയാതെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, വിഷമിക്കരുത്, ഞങ്ങൾ നവ്യയുടെ കൂടെ ഉണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നവ്യ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റിസൾട്ട് അറിയുന്നിടം വരെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയോ ഭർത്താവിനോട് വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയും. അതും നവ്യ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഡേവിഡ് പറയുവാണ്, ഞങ്ങളുടെ ബ്രാഞ്ചിൻ്റെ മാനേജരാക്കാൻ വെച്ചിരുന്നതാണ് അബിയനെ, ഇനി നവ്യനെങ്ങാനും അവൻ ചതിച്ചിട്ടുണ്ടെന്ന് അറിയുവാണെങ്കിൽ ഞങ്ങളങ്ങനെ ജോലി കൊടുക്കത്തൊന്നുമില്ല അവനെന്ന് പറയുമ്പം നവ്യ പറയും, ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അവൻ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എൻ്റെ ജീവിതത്തിൽ കാണുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റങ്ങ് പോകുമ്പം അങ്ങേര് ഒന്നുകൂടെ ഉപദേശിക്കുന്നുണ്ട്, നവ്യ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, വീട്ടിൽ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്, ഇനിയിപ്പം അബി തന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയല്ല സാർ, അവൻ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഈ ഭൂമി കാണിയല്ല, അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അങ്ങ് ഇറങ്ങി പോകുന്നത്. നവ്യ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഡേവിഡ് മനസ്സിലോർക്കുക, എൻ്റെ മുതലാളിയുടെ മകനാണ് അബി, അവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, നീ അവനെ കൊല്ലുമോ, എങ്കിലിത് എൻ്റെ മുതലാളിയെ ഒന്ന് അറിയിക്കണമല്ലോ എന്ന് പറയുന്നു. പിന്നെ ഇതെല്ലാ കാര്യങ്ങളും നാഗേന്ദ്രൻ്റെ അടുത്ത് പോയി പറയുന്നതാണ് കാണിക്കുന്നത്. നാഗേന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ചിരി. നാഗേന്ദ്രൻ പറയുക, അവൻ എൻ്റെ മകനല്ലേ, അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇതുപോലത്തെ ഉടായ്പ പരിപാടിയൊക്കെ അവൻ്റെ കാണുമെന്ന് പറയുമ്പം അവന്തിക ചോദിക്കുക, അപ്പോൾ അച്ഛനും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അടുത്തിരുന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, അങ്ങനെ ആയിരുന്നു എങ്കിൽ അന്ന് മൂർത്തി എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി കഴിയുമ്പോൾ ഞാൻ വേറെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കാത്തിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഡേവിഡും പറയുന്നുണ്ട്, സാർ അന്ന് തൊട്ട് കുടുംബത്തിനെ ഓർത്തേ കരഞ്ഞിട്ടുള്ളൂ എന്ന്. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ വന്ന് നമുക്ക് മൂർത്തി ജ്വല്ലറീസ് പോലെ ഒരു വലിയ സ്ഥാപനത്തെ ഒന്ന് വിറപ്പിക്കാൻ സാധിച്ചു, അവരെ ഒതുക്കാൻ സാധിച്ചു എങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാര കാര്യമാണ്, അവളോട് സാമ്പിൾ കൊണ്ടുതരാൻ പറ, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കൊടുക്കാം, അതിന് ലാബിൽ പോകേണ്ട കാര്യമൊന്നുമില്ല,
ഏതായാലും അവൾ ഈ കാര്യങ്ങളെല്ലാം തന്നോട് വന്ന് പറഞ്ഞതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കാര്യം ആകെ കഷ്ടത്തിലായേനെ. ഇനി അവൾ വന്ന് തന്നോട് സംസാരിക്കുമ്പോഴും അബിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് വേണം താൻ സംസാരിക്കാൻ. അങ്ങനെ അബിയോട് അവൾക്കൊരു ഇഷ്ടമൊക്കെ തോന്നണം. അബിക്ക് അവളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാകണം. ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ ആഗ്രഹം പോലെ അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറിച്ചെറിയും, എന്നിട്ട് അവന് ഇഷ്ടമുള്ളൊരു വിവാഹം നടത്തി കൊടുക്കുമെന്നൊക്കെ പറയുന്നു. അന്നേരം അത് കേൾക്കുന്ന അവന്തിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവന്തിക്ക് പറയുന്നുണ്ട് അല്ലെങ്കിലും ഏട്ടനും അമ്മയ്ക്കൊന്നും അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന്. അതുപോലെ അവന്തിക അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇതുങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാം ഭയങ്കര ശല്യങ്ങളാണ് എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുവാണ് എൻ്റെ മകന് വലിയൊരു ശല്യമായിരുന്നു ആ നയന എന്ന് പറയുന്നവൾ. അവളും അവളുടെ ഭർത്താവും ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഇനി ഒതുക്കാനുള്ളത് ആ നന്ദു എന്ന് പറയുന്ന പോലീസിനെയാണ്. അവളെ ഞാൻ താമസിക്കാതെ ഒതുക്കിക്കോളാം. അതിനു മുമ്പ് എൻ്റെ മകന് സമാധാനം കൊടുക്കണം. അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ നമ്മുടെ ബ്രാഞ്ചിൻ്റെ മാനേജരാകണം. അതെല്ലാം റെഡിയാക്കണം എന്നൊക്കെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. ഈ വിവരം നവ്യയെല്ലാം മരിച്ചത് എന്നുള്ള കാര്യം നയനെ അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നു. അന്തേക്കും നയന ആകെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഓടി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് മോളെ എന്തായി എന്ന് ചോദിക്കുമ്പം ചേച്ചി പേടിക്കൊന്നും വേണ്ട, നവ്യേച്ചയല്ല മരിച്ചതെന്ന് പറയുമ്പോഴേക്കും ആശ്വാസമായി എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ മോളിത് പറയുന്നത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് അങ്ങനെ ചേച്ചിക്ക് തോന്നിയോ, നവ്യേച്ചിയുടെ ബോഡി അവിടെ കണ്ടിട്ട് ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നവ്യേച്ചിയോടും ദേഷ്യമുണ്ട്. കാരണം അബിയും അബിയുടെ അമ്മയും ആരാണ് എന്ന് നല്ല രീതിയിൽ ചേച്ചിക്ക് അറിയാവുന്നതാണ്. എന്നിട്ടിപ്പോൾ അവർക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നു. ഇതിപ്പം വേറൊരു പെൺകുട്ടിയാണ് മരിച്ചത്, അവൾ എന്തിനാണ് മരിച്ചതെന്ന് എനിക്കിനി അന്വേഷിക്കണം. അതിനുമുമ്പ് ചേച്ചിയെ കണ്ടെത്തണ്ടേ എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെയാണ് നയനയ്ക്ക്. അതിനിടയ്ക്ക് കമലയും ചീത്ത പറയുന്നുണ്ട്. കമല പറഞ്ഞതുകൊണ്ടാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇത് മൊത്തം കാലങ്ങളോളം എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ ഇരുന്നുകൊണ്ടേനെ എന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട് ഏതായാലും ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് കുറഞ്ഞത് ഒരു മണിക്കൂറിനകം നവ്യേച്ചി എവിടെയുണ്ടെന്ന് കണ്ടെത്തിക്കോളാം, വിഷമിക്കരുതെന്ന് പറയും. അത് കഴിഞ്ഞ് ആദർശനോട് പറയുന്നുണ്ട് ഞാൻ വിളിക്കുന്നിടം വരെ ചേച്ചീനെ തനിച്ചാക്കി ഒരിടത്തും പോയേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നയനെ പ്രഗ്നൻ്റ് അല്ല, അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പോരുന്നു. ഈ സമയം ദേവയാനിയും അതുപോലെ ജയനും ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. നവ്യ ഇറങ്ങിപ്പോയി എങ്ങോട്ടാണ് പോയതെന്ന് അറിയത്തില്ല, അവൾ എന്തെങ്കിലും കടുങ്കേ ചെയ്യുമോ എന്നറിയത്തില്ല എന്നുള്ള കാര്യങ്ങൾ ഇവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജയൻ പറയുന്നുണ്ട് ഏതായാലും അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് അവൾ മനസ്സിലാകും, ഇനി അവൾ നല്ല രീതിയിൽ ജീവിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നവ്യ കയറി വരും. ഇത്തിരി കലിപ്പില കയറി വരുന്നത്. അന്നേരം നീ എവിടെ പോയതാണെന്ന് ദേവയാനി ചോദിക്കും. ഒന്നും മിണ്ടിയല്ല. അന്നേരം ജയൻ ചോദിച്ചത് കേട്ടില്ല, എവിടെയാണ് പോയത് എന്ന് ചോദിക്കും. എന്തിനാണ് പോയതെന്ന് ചോദിക്കുമ്പം ഏതായാലും ഉടനെ ഒന്നും ചാകാനല്ല പോയത് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് കയറി പോകും. അന്നേരം ഇവളെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ നല്ല ദേഷ്യത്തിലാണ് നവ്യ തിരിച്ചു വന്നു എന്നറിയുമ്പോൾ അബിക്കും ജലജയ്ക്കും ഭയങ്കര ടെൻഷൻ. എടാ അവൾ തിരിച്ചു വന്നു, ഇനി നീ ചാകാൻ തയ്യാറായിക്കോ എന്നാണ് ജലജ പറയുന്നത്. അന്നേരം അബി അവൾ എവിടെ പോയിട്ടാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ, ഇനി അവളുടെ അനിയത്തിയുടെ അടുത്ത് പോയി പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട് അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് പോലെ ആയിരിക്കുകയല്ല ഈ പ്രാവശ്യം, ഇടിച്ച് നിൻ്റെ നെഞ്ച് കലക്കിയിട്ട് അവൾ പുറത്തേക്ക് വിടുകയുള്ളൂ എന്ന് പറയുവാണേ. അപ്പോഴത്തേക്കും നവ്യ അങ്ങോട്ട് കയറി വരും. അപ്പോൾ ഇവരെ കണ്ടിട്ട് കുറച്ച് ദേഷ്യത്തോടെ നോക്കിയിട്ട് നേരെ റൂമിലേക്ക് പോകും. ഒന്നും മിണ്ടിയില്ല. അന്നേരം അബി അവളെന്താ ഉദ്ദേശിക്കുന്നത്, അവളുടെ മനസ്സിലെന്താ എന്നൊന്നും അറിയത്തില്ലല്ലോ, എവിടെ പോയിട്ടാണ് വരുന്നതെന്നും അറിയത്തില്ല, ഇനി എന്ത് ചെയ്യും എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ചിലപ്പോൾ അവൾ വിഷം മേടിക്കാനായിരിക്കും പോയത്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നീ ഇവിടുന്ന് ഫുഡ് കഴിക്കണ്ട, പുറത്തുനിന്ന് കഴിച്ചാൽ മതി. പിരിയിളകിയ ഒരു പെൺകുട്ടിയാണ് അവൾ, അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള സകല എണ്ണത്തിനെ അവൾ തട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നയനെ ആദർശം രക്ഷപ്പെടും, അവരിവിടെ ഇല്ലല്ലോ, അവർ സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുമ്പം അബി പറയുക നമ്മൾ മരിച്ചു പോയിട്ട് അവർ സുഖിക്കുന്ന കാര്യം ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം ഇരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഏതായാലും അവളെ സൂക്ഷിക്കണം എന്ന് രണ്ടുപേരോട് തീരുമാനിക്കുന്നു. പിന്നെ നവ്യ തിരിച്ചു വന്ന കാര്യം ദേവയാനി നയനെ വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം ഭയങ്കര ഒരു ആശ്വാസം നയനയ്ക്ക്. എന്നിട്ട് പറയുവാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ചേച്ചി ഇപ്പം നടക്കുന്നത്, അതുകൊണ്ട് ആ വിവേകം ഒന്നും ചെയ്യാതിരിക്കാൻ അമ്മ ശ്രദ്ധിക്കണം കേട്ടോ, അമ്മ എപ്പോഴും ചേച്ചീനെ ശ്രദ്ധിച്ചോണം എന്ന് പറയുമ്പോൾ മോള് പേടിക്കണ്ട ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ അത്രയും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. അന്നേക്കും ആദർശ് നയനയുടെ അടുത്തോട്ട് വരും. അന്നേരം വിവരങ്ങളൊക്കെ പറയുമ്പം ഏതായാലും അവൾ തിരിച്ചു വന്നല്ലോ, സമാധാനമായി എന്ന് പറയുവാണ് ആദർശ്. അപ്പോഴത്തേക്കും ആദർശിന് വേറൊരു ഫോൺ കോൾ വരും. അത് എടുത്തതിന് ശേഷം എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. വെച്ച് കഴിയുമ്പോൾ നയന ചോദിക്കും എന്താ ആദർശേട്ടാ ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പം എന്നെ സേവിയറാണ് വിളിച്ചത്, ഇപ്പം ഡേവിഡ് ആ എക്സ് എന്ന് പറയുന്ന ആളെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് ഞാൻ മാളവികയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശം മാളവികയെ വിളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.